അസ്സലാമലൈക്കും. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്നറിയാം. ഒരു കസ്റ്റമറിന് 2 കസ്റ്റമറിന് സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയൽസും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക എയർ അക്സസറീസിൻ്റെ സാധനങ്ങളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് പാക്ക് ചെയ്തിട്ട് നോക്കാം. കൊള്ളില്ല, അപ്പോൾ നമുക്കിത് വേറൊരു കവറിൽ ആക്കിയിട്ട് കാണിച്ചു തരാം. എന്നതാ 4 പാക്കറ്റ്. പ്ലെയിൻ ക്ലിപ്പ്, പിന്നെ അലിഗേറ്റഡ് ക്ലിപ്പ്, പിന്നെ ഫ്ലവറുകൾ. അപ്പോൾ ഇതാണ് പാക്ക് ചെയ്ത്. അടുത്തത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബണ്ണിൻ്റെ മെറ്റീരിയൽസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ഇതും ഇത് രണ്ടും ഒരാൾക്ക് പറഞ്ഞ ഓർഡറാണ്. ഇനി വേറെ ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. ഈ കൂട്ടത്തിൽ തന്നെ ആൾക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇത്. ഞാനത് മറന്ന് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാണ് അത് വെച്ച് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പേര് എഴുതിയിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇത് നമ്മൾ ഒട്ടിക്കേ വേണ്ടുള്ളൂ. ആൾക്കുള്ള പാക്കറ്റാണ്. ഇത് എന്താ കുറച്ചെന്ന് വിചാരിക്കാമല്ലോ, കുറച്ചൊരു എമൗണ്ടിനാണ് ഇതിനോട് ചോദിച്ചത്. അപ്പോൾ ഇത് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടിൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കഴിച്ചതിന് പശ,
അപ്പോൾ ഇനി കുറച്ച് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് വിടുക. കാരണം സ്റ്റോക്ക് കഴിയാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത്. നല്ല റേറ്റ് കുറവിലാണ് ഞാൻ എല്ലാവർക്കും സാധനം കൊടുക്കുന്നത്. ഞാൻ വലിയ ലാഭമൊന്നും ഞാൻ എടുക്കണില്ല. പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഫ്ലവർ വിചാരിച്ചിട്ട് പക്ഷെ മറന്നിട്ട് അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉള്ളിൽ അഡ്രസ്സ് വെച്ചിട്ട് എഴുതണതാണ് ബെറ്റർ. ഇപ്പം ഞാൻ മറന്ന് ഇനിയിപ്പോൾ അത് അഴിച്ചെടുക്കുക ടാസ്ക്കാണ്. ഗൈസ് അഡ്രസ്സ് മാറിക്കൊടുത്തു. അല്ല ആരുമില്ല ഞാനുള്ളൊരു കുഴപ്പം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. എനിക്കൊന്നും അങ്ങോട്ട് പറ്റാറൊന്നുമില്ല. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാവുമ്പോഴാണ് നമുക്ക് ഒരേ പ്രശ്നം വരിക. അതുപോലെ അങ്ങനെ ഒരു പൊതി തന്നെ രണ്ട് പൊതിയായിട്ട് ഒരു വീട്ടിലേക്ക് തന്നെ ചെന്നിട്ടുണ്ട്. ഞാനത് തിരിച്ചു മേടിക്കാനൊന്നും നിന്നില്ല. കാരണം നമ്മൾ അറിയാണ്ട് കൊടുത്തതാണ്. പക്ഷെ അവർ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടാ അങ്ങനെ ഒരു പൊതി വന്നിട്ടുണ്ട് തിരിച്ചയക്കണമെന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാലും അവർ ആ മര്യാദ അവർ ചെയ്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞു. അടുത്ത ആളെ കുറേ കണ്ടില്ല. ഞാൻ കുറേ സാധനം ഉണ്ടാക്കിയ ബണ്ണൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം, അത്രേ എനിക്ക് വേണ്ടുള്ളൂ. ഞാൻ ഒരുപാട് കൂടുതലാണ് വെച്ചെടുക്കുക. ഇയാളുടെ അഡ്രസ്സാണ് ഞാൻ മറ്റേക്ക് വെച്ചു കൊടുത്തത്. ഇപ്പം ഞാൻ ഇയാളുടെ അഡ്രസ്സ് എഴുതിയിട്ട് വരാം. നമ്മൾ കുറേ ഉണ്ടാക്കിയ ബണ്ണും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ കസ്റ്റമറിൻ്റെ ഹാപ്പിയാണ് നമ്മുടെയും ഹാപ്പി. അപ്പോൾ അവർക്കിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കുറേ വെച്ചെടുത്തിട്ടാണ്
എല്ലാവർക്കും കൊടുത്തയക്കാറ്. ഇത് ഒട്ടിച്ചിട്ട് വരാം. ഒരിതിൽ വെക്കാണ്ട് വെച്ചെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ചെടുക്കാം. പക്ഷേ ഇതിനൊരു പിടുത്തം വെച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പം പോവും അത്. പിന്നെ അത് നുള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം.